പാതി വഴിയിൽ നിലച്ച കാസർഗോഡ് ഉക്കിനടുക്കയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം ഇന്ന് പുനരാരംഭിക്കും. ചീഫ് ടെക്നിക്കൽ ഓഫീസർ നിർമ്മാണം സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിലയിരുത്തും. സിവിൽ അനുബന്ധ പ്രവർത്തികൾക്കായി പുതിയ കരാർ നൽകിയതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷമായി പൂർണ്ണമായി നിലച്ച നിർമ്മാണ പ്രവർത്തികൾ 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരത്ത്, 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും, അതായത് 3 വർഷമായിട്ട് നിലച്ചിരിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ടതാണ് പദ്ധതി, പിന്നീട് ഇഴഞ്ഞു നീങ്ങി എന്നുള്ളതൊക്കെയാണല്ലോ ആരോപണം. അതുതന്നെയാണ്, അതായത് ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ് അത്തരത്തിൽ മെഡിക്കൽ കോളേജിന് ആശുപത്രി കെട്ടിടം വേണമെന്നുള്ളത്. നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മെഡിക്കൽ കോളേജിന് അനുസൃതമായ ഒരു സൗകര്യം വേണമെങ്കിൽ ഈ കെട്ടിടം വരണമെന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ 10 വർഷം മുമ്പാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. പിന്നീട് കരാറുകാരനുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി നിലച്ചു പോവുകയായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വർഷത്തിന് മുൻപെയാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നിലച്ചു പോകുന്ന സാഹചര്യം വന്നത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഈ കെട്ടിടം മെഡിക്കൽ കോളേജിന് പോലും ഉപകാരമില്ലാത്ത രീതിയിലാണ് നിന്നത്. അതായത് മെഡിക്കൽ കോളേജ് അതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ തന്നെ, വിദ്യാർത്ഥികൾക്കുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കെട്ടിടം വന്നാൽ മാത്രമേ അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗപ്പെടുകയുള്ളൂ. പക്ഷേ അതും പ്രതിസന്ധിയാവുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സിവിൽ പ്രവൃത്തികൾക്കായി ഡൽഹി ആസ്ഥാനമായ ത്രിലോക് എന്ന കമ്പനിക്ക് 45 കോടിയുടെയും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പ്രവൃത്തികൾക്കായി ഒരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് 22 കോടിയുടെയും പുതിയ കരാറാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ദീർഘനാളത്തെ ആവശ്യമാണ് ഇന്നിപ്പോൾ തുടങ്ങാൻ ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും 3 വർഷമായിട്ട് പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയായിരുന്നു. അതിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് തീരുമാനം. ശരത് എസ് വിശദാംശങ്ങൾ നൽകിയത്.